രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാറ് രാധേ രാധേ ചാനലിൻ്റെ ആളല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ സാറിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോ അതിനകത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം. പിന്നെ സാറിൻ്റെ മറ്റ് വീഡിയോകളൊക്കെ ഞാൻ ഇങ്ങനെ പരസ്യം ഇങ്ങനെ വരുന്നത് കാണാറുണ്ട്. പിന്നെ രാധയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വരുന്നത് കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഒരു സംശയമാണ് സാർ, അത് മറ്റൊരു രീതിയിൽ എടുക്കുമോ? ഞാൻ പറഞ്ഞു ഞാൻ ഒരു രീതിയിലും എടുക്കത്തില്ല, താങ്കൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ. സാറേ, ദൈവം എന്ന് പറയുന്നത് സ്നേഹമല്ലേ സാറേ? ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും ദൈവം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് സാറേ. എല്ലാ മതങ്ങളിലും പറയുന്നത് ദൈവം സ്നേഹമാണെന്നല്ലേ? ഞാൻ പറഞ്ഞു അതെ, എല്ലാ മതങ്ങളും പറയുന്നത് ദൈവം സ്നേഹമാണെന്നാണ്. പക്ഷേ സാറേ, കൃഷ്ണൻ സ്നേഹമാണെന്ന് എങ്ങനെ പറയാനായിട്ട് കഴിയും? അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറഞ്ഞത്? സാറേ, കൃഷ്ണൻ കൊന്നു തള്ളുകയല്ലേ ആളുകളെ? കൊന്നു തള്ളുകയാണ്. എത്ര പേരെയാണ് സാറേ കൃഷ്ണൻ കൊന്നത്? എന്ന് മാത്രവുമല്ല, കൊല്ലാൻ വയ്യ എന്ന് പറഞ്ഞ് വിഷമിച്ചു മാറിയിരുന്ന അർജുനനോടും പിടിച്ചിറക്കി കൊണ്ടുവന്ന് ഇവരെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലുന്ന ഒരാളെ ദൈവം എങ്ങനെ വ്യാഖ്യാനിക്കും സാറേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് നിങ്ങൾക്കതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യണേ, ദയവ് ചെയ്ത് നമ്മളിപ്പോൾ ആരോടെങ്കിലും ചോദിച്ചാൽ ഉടനെ അവർ പറയും കൃഷ്ണൻ അവരെ കൊന്നതല്ല, അവർക്ക് മോക്ഷം നൽകിയതാണെന്നൊക്കെ പറഞ്ഞ് കുറേ വ്യാഖ്യാനങ്ങൾ വരും. അതല്ല സാറേ ഞാൻ പറയുന്നത്. സാർ ബി പ്രാക്ടിക്കൽ. അല്ലാതെ സാറ് ദയവ് ചെയ്ത് പറയരുതേ ആ കൃഷ്ണൻ കൊല്ലുകയല്ല, അവരുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി മറ്റൊരാളാക്കി മാറ്റി, അല്ലാതെ കൊന്നിട്ടില്ല, അങ്ങനെ സാറ് പറയരുതേ. സാറ് ബി പ്രാക്ടിക്കൽ. എന്താണ്? ഒരു മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, ഇത് ശരിയാണോ സാറേ? കൊല്ലുന്നത് ദൈവീകതയാണോ സാറേ? കൃഷ്ണൻ കൊന്നാൽ മോക്ഷം, അത് മറ്റുള്ളവർ കൊന്നാലോ സാറേ? നാടൻ ഭാഷയിൽ ഇത് വെള്ളരിക്കാപ്പട്ടണമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങളെ ആരും കൊല്ലുന്നില്ല, പക്ഷേ നിങ്ങൾ ഒരു ദിവസം മരിക്കുമോ ഇല്ലയോ? അയാൾ പറഞ്ഞു ഞാനൊരു ദിവസം മരിക്കും. പക്ഷേ സാറേ, ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച സമയത്തിന് മുമ്പ് എന്നെ കൊല്ലുന്നത് ശരിയാണോ അല്ലയോ? അപ്പം ഞാൻ പറഞ്ഞു ദൈവം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് നമ്മളെ കൊല്ലുന്നത് ശരി അല്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ദൈവം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് നമ്മളെ കൊല്ലുന്ന ഒരാളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു കൊല്ലണം. ദൈവം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് ഒരാളെ നമ്മളെ കൊല്ലുമെങ്കിൽ അയാളെ കൊല്ലുക തന്നെ വേണം. അപ്പം ഞാൻ പറഞ്ഞു സുഹൃത്തെ, ഒന്നും തോന്നരുത്, ഞാൻ പറയുന്നത് കൊണ്ട് താങ്കൾക്കൊന്നും തോന്നരുത്. അപ്പം അദ്ദേഹം ചോദിച്ചു എന്താണ്? ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നാമവും വിളിച്ചുകൊണ്ട് നമ്മുടെ ആയുസ് തീരുന്നതിന് മുമ്പ് മറ്റുള്ളവരെ വന്ന് കൊല്ലുന്നത് ശരിയാണോ? അതൊരു പുണ്യപ്രവൃത്തിയാണോ? സഞ്ചരിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ദൈവനാമം വിളിച്ച് നമ്മൾ കാറ് കയറ്റി കൊല്ലും. നമ്മൾ വെറുതെ കണ്ടില്ലേ മുംബൈയിൽ ഹോട്ടലിൽ യാതൊരു തെറ്റും ചെയ്യാത്ത, യാതൊന്നും ചെയ്യാത്ത, അതിൽ എല്ലാം മതക്കാരും ഉണ്ട്. ഞാൻ പറഞ്ഞു താങ്കളുടെ മതക്കാരും ഉണ്ട്. വെറുതെ വന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. 10-15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെ വെടിയേറ്റ് വീഴുകയാണ്. അങ്ങനെ വീഴുന്നവനെ ശരിക്കും അങ്ങനെ ചെയ്ത് നിസ്സഹായരായ ആൾക്കാരെ അങ്ങനെ കൊല്ലുന്നത് ശരിക്കും ശരിയാണോ? അവനെ കൊല്ലണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ളവരെ കൊല്ലണം. ഒന്ന് അറച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവരെ കൊല്ലണം. ഞാൻ പറഞ്ഞു കണ്ടില്ലേ മുംബൈ ഭീകരാക്രമണം. അപ്പോൾ കൊടും ഭീകരന്മാരാണ്, പാവപ്പെട്ടവരെ കൊണ്ടുവന്ന് കണ്ണും കെട്ടി വെച്ചിട്ട് കൊല്ലുകയാണ്. അവനെ നമ്മൾ കൊല്ലണ്ടേ സുഹൃത്തെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊല്ലുക തന്നെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാ നിങ്ങൾ കൃഷ്ണനെ ന്യായീകരിച്ചു കഴിഞ്ഞു.
നിങ്ങൾ കൃഷ്ണനെ ന്യായീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അതെങ്ങനെ ഞാൻ കൃഷ്ണനെ ന്യായീകരിച്ചത്? ഞാൻ പറഞ്ഞു തരാം. കൃഷ്ണൻ ആരെയാണ് കൊന്നത്? എൻ്റെ സുഹൃത്തെ, കൃഷ്ണൻ ഒരിക്കലും വഴി കൂടെ വെറുതെ നടന്നു പോയവരെ കൊന്നിട്ടില്ല. കൃഷ്ണൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരുന്നവരെ കൊന്നിട്ടില്ല. കൃഷ്ണൻ ഒരിക്കലും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് രഥം ഓടിച്ചു കയറ്റിയിട്ട് അവിടെ നിന്നവരെ കൃഷ്ണൻ കൊന്നിട്ടില്ല. കൃഷ്ണൻ ആളുകളെ കണ്ണ് കെട്ടിവച്ചിട്ട് ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് വെടിവെച്ച് കൊന്നിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. കൃഷ്ണൻ കൊന്നിട്ടുള്ളത് ആരെയാണ്? കൃഷ്ണൻ കൊന്നിട്ടുള്ളത് പാവപ്പെട്ട ആളുകളെ രാജാവെന്നൊക്കെ പറഞ്ഞ പേരിൽ വന്നു കൊന്നു ഒടുക്കിയവരെയാണ്. സ്ത്രീകളെ നശിപ്പിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗങ്ങൾ ചെയ്തവരെയാണ് കംസൻ ഉദാഹരണം. കംസന്റെ നാട്ടിൽ എതിർക്കുന്നവരെയും സാധുക്കളെയും എല്ലാം ചെന്ന് കൊന്നൊടുക്കുകയാണ്. കംസൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ ബലമായി അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നവര് എന്ന് മാത്രവുമല്ല, ഒരു തെറ്റ് ചെയ്താൽ അവനെ പിടിച്ച് സിംഹത്തിന്റെ കൂട്ടിലിട്ടിട്ട് ഈ സിംഹവുമായി മൽപ്പിടുത്തം പിടിച്ച് ജയിച്ചുവാ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെയാണ് കൃഷ്ണൻ കൊന്നത്. എന്ന് പറഞ്ഞാൽ സുഹൃത്തെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ഹോട്ടലിൽ ചെന്ന് മുംബൈ ഭീകരാക്രമണം നടത്തിയവനെ കൃഷ്ണൻ കൊന്നു. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാറോടിച്ചു കയറ്റിയവനെ കൃഷ്ണൻ കൊന്നു. കണ്ണും കെട്ടി വെച്ചിട്ട് പാവങ്ങൾ ഒന്നും ചെയ്യാത്തവർ, നിരപരാധികളായ മനുഷ്യര്, അവരൊക്കെ പുറവിന് കൈയും കെട്ടി നിർത്തിയതിന് ശേഷം ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് അവരെ വെടിവെച്ച് കൊന്നവരെ കൃഷ്ണൻ കൊന്നു. വെറുതെ നമ്മൾ നടന്നു പോകുമ്പം ഒരു കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ബോംബിട്ട് നമ്മളെയൊക്കെ കൊന്നവരെ കൃഷ്ണൻ കൊന്നു. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു ദൈവം സ്നേഹമാണ്. അതേ, കൃഷ്ണനും സ്നേഹമാണ്. താങ്കൾ മനസ്സിലാക്കുക, മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്രയും ദുഷ്ടന്മാരില്ലായിരുന്നു. എന്നിട്ട് പോലും യേശുവിനെ പോലെ സ്നേഹസ്വരൂപനായ, ശാന്തനായ, യേശു സ്നേഹസ്വരൂപനാണ്, യേശു ശാന്തനാണ്. സ്നേഹസ്വരൂപനും ശാന്തനുമായ ഒരാൾക്ക് പോലും ചാട്ടവാറെടുത്ത് വീശേണ്ടി വന്നു. അങ്ങില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? അധർമ്മം കണ്ടാൽ ശാന്തനായ സ്നേഹസ്വരൂപനായ ദൈവത്തിന് പോലും അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നാണ്. മറ്റു മതങ്ങളിലെ ദൈവങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു കംസനോ ഒരു ജരാസന്ധനോ ഒരു ശിശുപാലനോ പെണ്ണുങ്ങളെ കൂട്ടത്തോടെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്ന നരകാസുരനോ ഉണ്ടായിരുന്നു എങ്കിൽ യേശുവും കൃഷ്ണനെ പോലെ ഒരു ചക്രായുധം എടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയനായിരുന്നു. ഇനി മറ്റൊരു കാര്യവും കൂടെ താങ്കളോട്, ഇപ്പം ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാതെ ഞാൻ ഡയറക്റ്റ് ഉത്തരം പറഞ്ഞു. പറയൂ സുഹൃത്തെ, ഇത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കൃഷ്ണൻ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കണക്ക് ഒരു നിരപരാധിയെ വെടിവെച്ചു കൊന്നതായിട്ടോ ഒരു നിരപരാധിയെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ എല്ലാം കഴുത്തറുത്തുകൊണ്ടൊരു ചക്രായുധം പ്രയോഗിച്ചതായിട്ടോ താങ്കൾക്ക് പറയാമോ? കൃഷ്ണൻ ഒരു സ്ത്രീയെ അവളുടെ ഇഷ്ടപ്രകാരമല്ലാതെ ദേഹത്ത് തൊട്ടതായിട്ട് പറയാമോ? ഇഷ്ടത്തോടു കൂടിയാണ് തൊടുന്നത്, ഒരു പെണ്ണിൻ്റെ അനുവാദത്തോടു കൂടിയാണ് തൊടുന്നത്. അത് പറയാൻ കാരണം അതിനു മുമ്പ് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, അതും കൂടെ വെച്ചിട്ടാണ്. ഇനി ഞാൻ ഇതിന് മറ്റൊരു തലം പറയാം. ആദ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇനി ഞാൻ താങ്കൾക്ക് മറ്റൊരു തലം പറഞ്ഞു തരാം. കൃഷ്ണൻ പറയുന്നു മരണം ഒരു നുണയാണ്. കൃഷ്ണൻ മരണത്തിൽ വിശ്വസിക്കുന്നില്ല. ശരീരമെന്ന് പറയുന്നത് പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ശരീരം പഴകുമ്പോൾ അത് മാറ്റിയിട്ട് പുതിയ വസ്ത്രം ധരിക്കുന്നതാണ് മരണമെന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണൻ പറയുന്നു മരണം ഒരു നുണയാണ്, ആരും മരിക്കുന്നില്ല എന്നാ പറയുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഏ അർജുന, നമ്മളെ ആർക്കും അസ്ത്രം കൊണ്ട് മുറിക്കാൻ പറ്റില്ല, അഗ്നി കൊണ്ട് പൊള്ളിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ജലം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല, കാറ്റുകൊണ്ട് വരട്ടാൻ പറ്റില്ല.
അപ്പോൾ അദ്ദേഹം എന്നോടൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ മരണം എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ മരണത്തിലേക്ക് നേരിട്ട് ചെന്ന് ചാടാഞ്ഞതെന്തേ? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ചാടിയില്ല എന്ന്? കൃഷ്ണന് മരണം ഒരു നുണയാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് സുഹൃത്തേ ബാലരായിരിക്കുന്ന കാലഘട്ടത്തിൽ കാളിയൻ എന്ന കൊടും സർപ്പത്തിന്റെ അടുത്തേക്ക് ചെന്നത്. കാരണം കൃഷ്ണന് മരണത്തെ പേടിയില്ല. താങ്കൾ കണ്ടിട്ടില്ലേ, കൃഷ്ണൻ എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടിയാണ് പോകുന്നത്. കാളിയന്റെ അടുത്ത് നൃത്തം ചെയ്യുമ്പോഴും സുഹൃത്തെ കൃഷ്ണന് പുഞ്ചിരിയാണ്. കാരണം കൃഷ്ണൻ അറിയാം, ഇതിൽ കാളിയനും മരിക്കുന്നില്ല, ഈ നൃത്തമാടുന്ന ഞാനും മരിക്കുന്നില്ല എന്നറിയാം. അതുകൊണ്ട് കൃഷ്ണൻ എത്രയോ തവണയാണ് മരണത്തിലേക്ക് ചെന്ന് കയറി കൊടുത്തിരിക്കുന്നത്. കൃഷ്ണൻ 12 വയസ്സുള്ള ബാലനായിരിക്കുമ്പോഴല്ലേ കംസന്റെ അടുക്കലേക്ക് ചെന്ന് കയറി കൊടുത്തില്ലേ? കംസൻ എത്രയോ വലുതാണ്, ചാണൂരൻ എത്രയോ വലുതാണ് കൃഷ്ണനെ കാട്ടിയും, അല്ലേ? കൃഷ്ണൻ ചാണൂരന്റെ മുമ്പിൽ ശരീരം വെച്ചിട്ട് ഒന്നുമല്ല. കൃഷ്ണൻ മരണത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കയറി ചെല്ലുകയാണ്. കംസനെ വധിക്കുമ്പോൾ പോലും ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാള്, മരണം ഒരു നുണയാണെന്ന് വിശ്വസിക്കുന്ന ഒരാള് പുഞ്ചിരിയോടുകൂടി തന്നെ സ്വയം മരണത്തിലേക്ക് ചെല്ലുന്നു. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആള് കൃഷ്ണന്റെ അത്ര ശക്തി ഇല്ലാത്തത് കൊണ്ട് അവന് കൃഷ്ണനെ കൊല്ലാൻ പറ്റുന്നില്ല. വിഷസർപ്പത്തിന്റെ അടുത്തേക്ക് വരെ ചെല്ലുന്ന ആളാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? ഒരു ദുഷ്ടൻ വന്നാൽ അവനെ ഇനി നന്നാക്കാൻ പറ്റില്ല. അതായത് 75 വയസ്സുള്ള ഒരാളെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ ഒന്നേന്ന് തറ പറ പന പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. അതിനി അടുത്ത ജന്മത്തെ നടക്കൂ. അതുപോലെ കൊടും ദുഷ്ടന്മാരെ കൃഷ്ണൻ കൊന്നിട്ട് പ്രകൃതിയോട് ആവശ്യപ്പെടുകയാണ്, ഇവന് പുതിയ ശരീരവും പുതിയ മനസ്സും നൽകി കുറച്ചും കൂടെ നല്ലവനായി ഭൂമിയിലേക്ക് വിടണേ എന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല ഈ ശരീരം അങ്ങ് നശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും വരില്ല. നമ്മുടെ സ്ഥൂല ശരീരം നശിച്ചു കഴിഞ്ഞാലും നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് മാറ്റം വരില്ല. സൂക്ഷ്മ ശരീരത്തിലെ മനസ്സിന് മാറ്റം വരില്ല. പക്ഷേ ഇവിടെ കൊല്ലുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ കൊന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൃഷ്ണന്റെ സ്പന്ദനങ്ങൾ ആ കൊല്ലപ്പെടുന്നയാളിന്റെ സൂക്ഷ്മ ശരീരത്തോടൊപ്പം നീങ്ങും. നമുക്കും കൃഷ്ണനുമായിട്ടുള്ള ഒരേ ഒരു തടസ്സം ഈ സ്ഥൂല ശരീരമാണ്. ഈ ശരീരം നശിച്ചു കഴിയുന്നതോടുകൂടി കൃഷ്ണന്റെ സ്പന്ദനങ്ങളെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടാകുന്നു? സൂക്ഷ്മ ശരീരത്തിനുണ്ടാകുന്നു. അപ്പൊ കൃഷ്ണന്റെ, അത് ശാസ്ത്രവും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ മരിക്കുന്ന അവസരത്തില് അവന്റെ ദേഹത്ത് നെഞ്ചത്ത് കൈയിട്ടടിക്കുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ അങ്ങേയറ്റം സ്വാത്വികനാണെങ്കിൽ, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ദുഷ്ടനാണെങ്കിലും ആ ഡോക്ടറുടെ സ്പന്ദനങ്ങൾ വരികയും അവന്റെ സൂക്ഷ്മ ശരീരത്തിന് മാറ്റം വരികയും ചെയ്യും. സയൻസ് അതിനെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നില്ല, എക്ടോപ്ലാസം എന്ന പേര് വിളിക്കുന്നു. ഞങ്ങൾ അതിനെ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൃഷ്ണൻ ഒരാളെ കൊല്ലുമ്പോൾ കൃഷ്ണന്റെ സ്പന്ദനങ്ങൾ കൊല്ലപ്പെടുന്നയാളിൻ്റെ സൂക്ഷ്മ ശരീരം ആഗിരണം ചെയ്യുകയും അയാളുടെ സ്വഭാവത്തിന് മാറ്റം വരികയും അങ്ങനെ അയാൾ പുതിയ ഒരാളായി മാറുകയും ചെയ്യുന്നു. 2, കൃഷ്ണന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്ന എല്ലാവരും നന്ദിയോടെയാണ് മരിക്കുന്നത്, കൃതജ്ഞതയോടെയാണ് മരിക്കുന്നത്. ആളുകൾ ഭയന്ന് മരിക്കുമ്പോൾ നന്ദിയോടെ മരിക്കാൻ അവസരം കൊടുക്കുകയാണ് കൃഷ്ണൻ. കംസൻ പോലും മരിക്കുന്ന സമയത്ത്, അതേ എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണനോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. രാമാവതാരത്തിൽ രാവണൻ പോലും നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അല്ലേ സുഹൃത്തേ? അപ്പോൾ ഞങ്ങളുടെ കൃഷ്ണൻ ചെയ്തത് ശരിയല്ലേ സുഹൃത്തേ? ഞങ്ങൾക്കും ഇപ്പോൾ ഒന്നേ പറയാനുള്ളൂ. ആ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊല്ലുന്ന ദുഷ്ടന്മാരുണ്ട്. ആ ദുഷ്ടന്മാരുടെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് കൊണ്ട് അവനൊക്കെ ജയിലിൽ കിടന്ന് മട്ടനും ചിക്കനും തിന്ന് കൊഴുക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ നീ എവിടെ? വരൂ കൃഷ്ണ, ഈ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വരൂ കൃഷ്ണ. കൽക്കിയായി കുതിരപ്പുറത്ത് കയറി വരൂ കൃഷ്ണ. ഇവനെയൊക്കെ കൊന്നു ഒടുക്കൂ കൃഷ്ണ. അതായത്
ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടും ആ ശവത്തില് 51 വെട്ട് ശവത്തിൽ വെട്ടുന്ന ദുഷ്ടന്മാര് പരോളിലും ഇറങ്ങി നടക്കുന്നു എന്ന് മാത്രവുമല്ല, ജയിലിനകത്തും മട്ടനും ചിക്കനും ചെന്ന് ജീവിക്കുന്നു. 51 വെട്ട് വെട്ടിയിട്ടും അത് അപൂർവങ്ങളിൽ അപൂർവമുള്ള ഒരു കേസാകുന്നില്ല. ഗോവിന്ദച്ചാമിയെ പോലുള്ള ആളുകൾ ട്രെയിനിൽ വെച്ച് ബലാത്സംഗം ചെയ്തൊരു പാവം പെണ്ണിനെ കൊല്ലുന്നു. കൃഷ്ണ, അവനും സുഖിക്കുന്നു. നീ എവിടെ കൃഷ്ണ? നീ എവിടെ കൃഷ്ണ? കൽക്കിയായി കുതിരപ്പുറത്ത് വരൂ കൃഷ്ണ. കൃഷ്ണപ്രിയ എന്ന ഒരു മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. അവനെയും അപൂർവങ്ങളിൽ അപൂർവമല്ലാത്ത കേസല്ലാത്തത് കൊണ്ട് കോടതിയിലടച്ചു. സഹികെട്ടവൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ കൃഷ്ണപ്രിയയുടെ പിതാവ് കൊന്നു. ഇങ്ങനെ ഒരുപാട് കൃഷ്ണപ്രിയയുടെ പിതാക്കന്മാരും മാതാക്കന്മാരും 2 കൈയുമെടുത്ത് പറയുക, കൃഷ്ണ എവിടെ കൃഷ്ണ, എവിടെ കൃഷ്ണ? വരൂ, ഞങ്ങൾക്കിപ്പോൾ ഒരു കൃഷ്ണനെ വേണം. വരൂ കൃഷ്ണ, കൽക്കിയായി കുതിരപ്പുറത്ത് വരൂ. ഈ ദുഷ്ടന്മാരെ കൊന്നൊടുക്കൂ കൃഷ്ണ. പിഞ്ചു കുഞ്ഞിനെയൊക്കെ റേപ്പ് ചെയ്തു കൊന്നിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് തെളിവുകളില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണ്. കൃഷ്ണ നീ എവിടെ? കൃഷ്ണ നീ എവിടെ? നിരവധി ദ്രൗപതിമാര് വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുകയാണ്. കൃഷ്ണ നീ എവിടെ കൃഷ്ണ? നീ എവിടെ കൃഷ്ണ? ഭാര്യയുടെ മുന്നിലിട്ട് ഭർത്താവിനെ വെട്ടിക്കൊല്ലുകയാണ് കൃഷ്ണ. അമ്മയുടെ മുന്നിലിട്ട് മക്കളെ, സ്വന്തം മകനെ വെട്ടിക്കൊല്ലുന്നത് കണ്ട് അമ്മ നിസ്സഹായയായി നിൽക്കുകയാണ്. കൃഷ്ണ നീ എവിടെ? നീ എവിടെ കൃഷ്ണ? വെട്ടിയിട്ട് പോകുന്നവൻ പിഞ്ചു കുഞ്ഞിനെ വരെ വെട്ടിയിട്ട് പോകുന്നു. കൃഷ്ണ നീ എവിടെ? നീ എവിടെ കൃഷ്ണ? നീ എവിടെ കൃഷ്ണ? കൽക്കിയായി വരൂ, കുതിരപ്പുറത്ത് പാഞ്ഞു വരൂ കൃഷ്ണ. കൊല്ലൂ കൃഷ്ണ, ഈ ദുഷ്ടന്മാരെ കൊല്ലൂ. ഞങ്ങൾ ആർത്തു വിളിക്കും, കമോൺ കൃഷ്ണ വരൂ. കൃഷ്ണ നീ എവിടെ? കൃഷ്ണ നീ എവിടെ? കൃഷ്ണ നീ എവിടെ? സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. അതേ കൃഷ്ണ, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. വരൂ കൃഷ്ണ, വരൂ കൃഷ്ണ, വരൂ കൃഷ്ണ, ഈ ദുഷ്ടന്മാരെ കൊന്നൊടുക്കാൻ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.